ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. കഹാ ഹം കഹാ തും എന്ന സീരിയലിൻ്റെ അടുത്ത എപ്പിസോഡുകളിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസ് കാണാത്തവർ അതൊന്ന് കാണുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ജന്മാഷ്ടമിയുടെ സെലിബ്രേഷന് സോനാക്ഷി ഇവിടെ വരണമെന്ന് എല്ലാവരോടും വീണ പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് ശരിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ രോഹിത് അത് ശരിയാവില്ല, റിലേഷൻഷിപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ അവളെ വിളിക്കണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് വീണൊന്നും കാര്യമാകുന്നില്ല. അപ്പോൾ നിഷി ജന്മാഷ്ടമിയുടെ ദിവസം അവളുടെ അമ്മായിയമ്മയെയും വിളിക്കണമെന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. പിന്നെ രോഹിത് സോനയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് അവളെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ രോഹിത്തിൻ്റെ ഡ്രൈവർ രവിയും സോനയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സുനിതയും സംസാരിക്കുന്നത് അവർ ശ്രദ്ധിക്കുകയാണ്. സംസാരത്തിലൂടെ അവർ രണ്ടുപേരും പ്രണയത്തിലാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സോന അവരുടെ അടുത്ത് പോയിട്ട് സന്തോഷമൊക്കെ കെട്ടിപ്പിടിച്ച് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ രോഹിത് രവിയോട് കാർ എടുക്കാൻ ദേഷ്യത്തിൽ പറയുമ്പോൾ സോന അവനെ തടഞ്ഞിട്ട് സുനിതയോടും രവിയോടും രോഹിത്തിൻ്റെ കാറിൽ ഔട്ടിങ്ങിന് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പോവുകയാണ്. അപ്പോൾ രോഹിത്, നീ എന്ത് പണിയാണ് കാണിച്ചത്? അതെൻ്റെ ഡ്രൈവറാണ്, നീ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോന, നിങ്ങൾ എനിക്ക് വാക്ക് തന്നതാണ്, ഞാൻ പറയുന്നത് കേൾക്കുമെന്ന്, അതുകൊണ്ട് എൻ്റെ ഒപ്പം കാറിൽ വരാൻ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവന്, നിന്നെ ആര് കെട്ടുകയാണെങ്കിലും അവൻ നിന്നെ ഞെക്കിക്കൊല്ലും, അല്ലെങ്കിൽ ട്രെയിനിന് തല വെച്ച് സ്വയം മരിക്കുമെന്ന് പറയുന്നുണ്ട് അവളെ കളിയാക്കിയിട്ട്. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ വീണ സോനയെ ജന്മാഷ്ടമിയുടെ ആ സെലിബ്രേഷന് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ സോന അന്നത്തെ എല്ലാ ഡെക്കറേഷനും അവൾ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒക്കെ ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെ പരിയും രോഹനും പാർട്ടിക്ക് പങ്കെടുക്കുന്നുണ്ട്. അവർ കൂടുതൽ അടുക്കാണ്. രോഹൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, ഒരു ഭാര്യ ഉണ്ട് എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. പിന്നെ സുമൻ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നിഷിയുടെ അടുത്തേക്ക് പോകുമ്പോൾ സോനയും രോഹിത്തും റിലേഷൻഷിപ്പിലാണെന്ന് നിഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ജന്മാഷ്ടമിയുടെ ദിവസം സോന വീട്ടിൽ വന്നിട്ട് അവളെ എല്ലാ ഡെക്കറേഷനും ചെയ്യാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊക്കെ സുമനോട് പറയുമ്പോൾ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, എന്നോട് ചോദിക്കാതെ അവളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും അവൾ എടുക്കില്ല എന്ന് സുമൻ ദേഷ്യത്തോടെ തന്നെ നിഷിയോട് പറയുന്നുണ്ട്. അപ്പോൾ നിഷി വിശ്വാസമില്ലേലെ നേരിട്ട് ജന്മാഷ്ടമിയുടെ ദിവസം വീട്ടിൽ വന്ന് നോക്കിക്കോളാൻ പറയാണ്. അപ്പോൾ സുമൻ, ശരി, ഇനി നീ പറഞ്ഞതുപോലെ ഒന്നും അവിടെ ഇല്ലേലെ നീ എന്നോട് കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് പറയാണ്. പിന്നെ നേത്ര ന്യൂസ് പേപ്പർ സോനയ്ക്ക് കൊണ്ട് കൊടുത്ത് അത് വായിക്കാൻ പറയുന്നുണ്ട്. അതിൽ അന്ന് അവൾ ബാച്ചിലർ പാർട്ടിക്ക് വിളിച്ച ആ ഭാസ്കറില്ലേ, ആളുടെ ഭാര്യ സവിതയുടെ മരണത്തെക്കുറിച്ചുള്ള ന്യൂസ് ആവും ഉണ്ടാവുക. അപ്പോൾ അത് കണ്ടിട്ട് അവൾ നന്നായി ഞെട്ടുന്നുണ്ട്. ഭാസ്കറിന് വേറെ സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് അയാളുടെ ഭാര്യ അറിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി വഴക്കുണ്ടായെന്നും ഭാസ്കറും അയാളുടെ സഹോദരനും കൂടെ ആണ് സുനിതയെ കൊലപ്പെടുത്തിയത് എന്നെല്ലാം നേത്ര അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പാർട്ടിയുടെ പിറ്റേന്ന് തന്നെയാവും ആ കൊലപാതകം നടന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ പോലീസുകാർ സോനാക്ഷിയെ സംശയിക്കുകയാണ്. അങ്ങനെ ജന്മാഷ്ടമിയുടെ ദിവസം സോനാക്ഷി വീട് അലങ്കരിച്ചത് എല്ലാവർക്കും നല്ല ഇഷ്ടാവാണ്. അപ്പോൾ സോന അവിടേക്ക് വരുമ്പോൾ അവളെ കണ്ട് രോഹിത് വാ പൊളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അജിത്ത് അത് അടച്ചു കൊടുക്കുകയാണ്. രോഹിത് കോട്ടും സ്യൂട്ടും തന്നെയാവും അന്ന് ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവുക. സോന അത് എടുത്ത് മാറ്റി ട്രഡീഷണൽ ലുക്കുള്ള ഡ്രസ്സ് അവൻ്റെ റൂമിൽ പോയിട്ട് അവൻ കാണാതെ വെക്കുന്നുണ്ട്. അപ്പോഴാവും രോഹിത് കുളി കഴിഞ്ഞിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുക. അവിടെ പാട്ട് വെച്ചോണ്ട് തന്നെ രോഹിത് ഡാൻസൊക്കെ കളിച്ചിട്ടാവും പുറത്തിറങ്ങുന്നുണ്ടാവുക. അപ്പോൾ സോന അവിടെ നിൽക്കുന്നത് അവൻ കണ്ടിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ടവലൊക്കെ അഴിച്ചിട്ട് അവൻ പാട്ടിനൊപ്പം വീശുന്നുണ്ട്. ഇത് കണ്ട് സോന അലറി വിളിക്കുന്നുണ്ട്. രോഹിത്തും അവളെ കണ്ടിട്ട് അലറി സോഫയുടെ ബാക്കിൽ ഒളിക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരാൻ വന്നതാ, അവിടെ വെച്ച ഡ്രസ്സ് നിങ്ങൾ ഇടണമെന്ന് പറയുമ്പോൾ അവൻ അത് ഞാനിടില്ല എന്ന് പറയാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നുണ്ട്. അങ്ങനെ ആ പരിപാടിക്ക് സോന സെലക്ട് ചെയ്ത ഡ്രസ്സ് തന്നെയാണ് രോഹിത് ഇടുന്നത്. അപ്പോൾ അവനെ ആദ്യമായിട്ട് ട്രഡീഷണൽ ലുക്കിൽ കണ്ടിട്ട് സോന അവനോട് സംസാരിക്കാൻ പോകുമ്പോൾ അവൻ അവളെ മൈൻഡ് ചെയ്യാതെ അവോയ്ഡ് ചെയ്തിട്ട് വേറെ പെണ്ണുങ്ങളോട് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ അവന് വേണ്ടിയിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ യാഷിൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആൾക്ക് നിഷിയെ ഇഷ്ടമല്ല എന്ന് ആളുടെ ബിഹേവിയർ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാം. നിഷിയെ ആൾ നന്നായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സുമൻ അങ്ങോട്ട് വരികയാണ്. നിഷി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവിടെ വന്ന് നോക്കിയിട്ട് സുമന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് സോനയോട്, നീ എന്തുകൊണ്ട് ഇത് എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. വീട്ടിലെത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കാമെന്നും സുമൻ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോലീസുകാർ വന്ന് സവിതയുടെ മരണത്തിലെ സോനയെ സംശയമുണ്ടെന്നും തെളിവെടുപ്പിന് അവളെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. രോഹിത് അവളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ സോനയെ കൊണ്ടുപോകുന്നുണ്ട്. രോഹിത് അവളോട്, ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, നീ ഒരിക്കലും പേടിക്കരുത് എന്നും പറയുന്നുണ്ട്.
പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ രോഹിത്തിനോട് സുമൻ, സോനയും നീയും തമ്മിലുള്ള നാടകമെല്ലാം എനിക്കറിയാം, നേത്ര എന്നോട് എല്ലാം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നെ സോനയോട് പോലീസുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അവൾ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റ് അവളെ കാണാൻ വേണ്ടിയിട്ട് പോലീസുകാർ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവളോട് വന്നിട്ട് എന്താ ഇവിടെ നടക്കുന്നത്, എന്താ പ്രശ്നം, എന്തിനാ ഇവർ നിന്നെ പിടിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ പിന്നെയും ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ, നീ എന്നെ വിശ്വസിക്കുക, എന്താ ഉണ്ടായതെന്ന് എന്നോട് പറ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളൊന്നും പറയാതെ നിൽക്കുകയാണ്. അങ്ങനെ ആ 5 മിനിറ്റ് എന്നുള്ള സമയം കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൻ പുറത്തിറങ്ങിയാണ്. പിറ്റേന്ന് രാവിലെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കലെല്ലാം കഴിഞ്ഞിട്ട് പോലീസുകാർ സോനയെ വിടുന്നത്. അപ്പോൾ ഇനി പോലീസുകാരെ വിളിക്കുമ്പോൾ അവളോട് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ സോനയെ രോഹിത്ത് നിർബന്ധിച്ചിട്ട് അവൻ്റെ ഒപ്പം കാറിൽ കയറ്റുന്നുണ്ട്. പോകുന്ന വഴി അവളോട് അവൻ പിന്നെയും കാര്യം എന്താണെന്ന് പറയാൻ വേണ്ടി പറയുമ്പോൾ അവൾ അതൊന്നുമില്ല, ഞാൻ പൂനെയ്ക്ക് ഒരു ഫംഗ്ഷന് വേണ്ടി പോയതാണെന്ന് മാത്രം പറയാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് ദേഷ്യം വന്ന് കാറ് നിർത്തിയിട്ട് അവളെ പിടിച്ച് നിന്നെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സോന റിലാക്സ് ആവുക, രോഹിത്ത് നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, എനിക്കൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സീൻ കട്ടായിട്ട് പിന്നെ സോന ആ മർഡർ കേസിൽ പെട്ടത് വലിയ ന്യൂസ് ആവുന്നതാണ് കാണിക്കുന്നത്. രോഹിത്തിൻ്റെ വീട്ടുകാർക്കും മീഡിയക്കാരെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഹിത്തിൻ്റെ അച്ഛൻ നരേൻ സോനാക്ഷിയുമായുള്ള ബന്ധം നമ്മുടെ ഫാമിലിക്ക് നടക്കില്ല എന്ന് പറയാണ്. മാത്രമല്ല സോനാക്ഷി ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്ന് പറയുമ്പോൾ രോഹിത്ത് അവൻ്റെ അച്ഛനോട് നന്നായിട്ട് ദേഷ്യപ്പെടുകയാണ്. അവൻ നന്നായിട്ട് എതിർക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത്രയും കാലം അവളെ പുകഴ്ത്തിയിട്ടല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്, അവളെ ഇഷ്ടപ്പെട്ടിരുന്നത്, ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റി? അവളെങ്ങനെ മോശപ്പെട്ട സ്ത്രീയായി? അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, നിങ്ങളാരും അവളുടെ കൂടെ നിൽക്കണ്ട, ഞാൻ അവളോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. സോനാക്ഷിയുടെ ഈ പ്രശ്നം സീരിയലിനെയും TRPയെയും ബാധിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ സ്ഥാനത്ത് വേറെ ആക്ട്രസിനെ വെക്കാൻ ആ സീരിയലിൻ്റെ പ്രൊഡക്ഷൻ ടീം തീരുമാനിക്കുകയാണ്. സുമിത്തിനെ അവർ ആ സീരിയലിലേക്ക് തിരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് സോന ഇറങ്ങുന്നുണ്ട്. ഇതറിഞ്ഞ് രോഹിത്ത് അവൾക്ക് കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ കോൾ എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവളുടെ അനിയൻ പുൽക്കീത്തിനും അവൻ കോൾ ചെയ്തിട്ട് അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ വീട്ടിലില്ല എന്ന് പുൽക്കി പറയുകയാണ്. അങ്ങനെ അവൻ ആലോചിച്ച് അവൾ മുൻപ് പറഞ്ഞ വിഷമം വരുമ്പോൾ അവൾ പോകാറുള്ള ആ ഗാർഡനിൽ തന്നെ അവൾ ഉണ്ടാകുമെന്ന് അവൻ ഗസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവൻ അവിടെ പോകുമ്പോൾ അവൾ അവിടെ ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ അടുത്തേക്ക് പോയിട്ട് അവൻ ഓരോന്ന് ചോദിക്കുമ്പോൾ എന്നെ കുറച്ച് നേരം ഒറ്റയ്ക്ക് വിടൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവൻ അവളെ എടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുപോയിട്ട് അടച്ചിട്ട് മിണ്ടാതെ സമാധാനമായിട്ട് ഇരുന്നാലേ ഞാൻ നിന്നെ പുറത്ത് വിടൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് അവനത് തുറക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭ്രാന്താണോ, ഇങ്ങനെയൊക്കെ ഒരാൾ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടത്തോട് കൂടിയിട്ട് അവൾ അവനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവസാനം അവൾ സങ്കടം മുഴുവൻ കരഞ്ഞിട്ട് തീർക്കുകയാണ്. അവനെ കെട്ടിപ്പിടിച്ച് സീരിയലിൽ നിന്ന് പുറത്താക്കിയ കാര്യമെല്ലാം അവനോട് പറഞ്ഞ് അവൾ കരയാണ്. അങ്ങനെ കരച്ചിലൊക്കെ അവസാനിച്ച ശേഷം നീ പേടിക്കണ്ട, ആ ഭാസ്കർ പിടിക്കപ്പെടും, നീ തന്നെയാകും പാർവതി, എല്ലാം പഴയ പോലെ ആകുമെന്ന് പറഞ്ഞിട്ട് അവളെ അവൻ സമാധാനിപ്പിക്കുന്നുണ്ട്. അവളുടെ മുഖത്ത് കരഞ്ഞപ്പോൾ പടർന്ന ആ കൺമഷിയൊക്കെ അവൻ തുടച്ചു കൊടുക്കുന്നുണ്ട്. ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുവാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.